നമസ്കാരം, പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ കഹാനിയുടെ ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന AK ആന്റണിയെ കുറിച്ചാണ്. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായാണ് AK ആന്റണിയെ രാഷ്ട്രീയ കേരളം കണ്ടിരുന്നത്. ആന്റണി എറണാകുളം മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് ആന്റണിയേക്കാൾ വലിയ വിദ്യാർത്ഥി നേതാവ് വയലാർ രവിയായിരുന്നു. രവീന്ദ്രനാഥ് എന്നായിരുന്നു വയലാർ രവിയുടെ അക്കാലത്തെ പേര്. എന്നാൽ പിന്നീട് ആന്റണി പടിപടിയായി നേതൃനിരയിലേക്ക് വളരുന്നതാണ് കേരളം കണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചെറുപ്രായത്തിൽ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവാണ് AK ആന്റണി. ആന്റണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ആന്റണി മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഏറ്റവും വലിയ നേതാവ് ആന്റണി അല്ലായിരുന്നു, വയലാർ രവിയായിരുന്നു. വയലാർ രവി എന്നല്ല, അന്ന് രവീന്ദ്രനാഥ് എന്നാണ് രവിനെ വിളിച്ചിരുന്നത്. പിന്നീടാണ് വയലാർ രവി എന്നൊക്കെ വിളിക്കുന്നത്. രവിയാണ് അവിടെ KSU ഉണ്ടാക്കുന്നത്. ആന്റണി അവിടെ ഒരു മെമ്പറായിട്ട് KSUവിൽ വരികയാണ്. പിന്നീട് ആന്റണി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ്. 25 വയസ്സുള്ളപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയാണ് AK ആന്റണി. ചേർത്തലയിൽ നിന്ന് ജയിക്കുന്നു 1971. അങ്ങനെ ആന്റണി പടിപടിയായിട്ടുണ്ടാകുന്നു. 1959 ജൂൺ 14 നടന്ന ഒരണസമരം. ആ ഒരണസമരത്തിലെ അന്ന് KSU ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 59 മെയ് 30 KSU രൂപീകരിച്ചെങ്കിലും അന്ന് KSUവിന് ശക്തി ഉണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസ്സുകാരും അതുപോലെ സോഷ്യലിസ്റ്റുകാരൊക്കെ ISO എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടനയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. നീലക്കൊടിയായിരുന്നു എന്ന്. ഒരു സൈഡിൽ 3 ചുവന്ന വര ISO എന്ന് എഴുതിയിട്ടുള്ള അതായിരുന്നു. PM മുഹമ്മദ് അലി ആയിരുന്നു അതിൻ്റെ നേതാവ്. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകൾക്കും കൂടി ഒരു വിദ്യാർത്ഥി യൂണിയനേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് AISF ഉണ്ടായിരുന്നു, പക്ഷേ ഇതുണ്ടായിരുന്നുള്ളൂ. അത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗം അല്ല, വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. പക്ഷെ അതിലായിരുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണ സമരം നടത്തിയത്. ബോട്ടുകൂലി, കുട്ടനാടിലെ ബോട്ടുകൂലി ഒരെണ്ണയുണ്ടായിരുന്നു 10 പൈസയാക്കിയപ്പോൾ അതിനെതിരെ നടന്ന സമരത്തിലൂടെയാണ് ആന്റണി നേതാവായിട്ട് വളർന്നു വരുന്നത്. പിന്നീട് ആന്റണിയെ കുറിച്ച് നല്ലൊരു പരിവേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ആന്റണി സാധാരണക്കാരനാണ്, അതുപോലെ തന്നെ സത്യസന്ധനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആന്റണി പിന്നീട് ഉയർന്നു വരികയാണ് ഉണ്ടായത്. പക്ഷെ വയലാർ രവിക്ക് ആന്റണിയുടെ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്ന വയലാർ രവിക്ക് പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ദുഃഖസത്യമാണ്. ആന്റണി ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ആന്റണി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആന്റണി എങ്ങനെയോ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് മാറുകയാണ്. ആദ്യകാലത്ത് KPCC ഓഫീസ് എറണാകുളത്തായിരുന്നു. ആ മാതാ ടൂറിസ്റ്റ് ഹോമിലെ ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ജീവിച്ചിരിക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും അവിടെ കാശ് കൊടുക്കാനുണ്ടാവും. മുറി എടുത്തതിന് കാശ് കൊടുത്തുണ്ടാവില്ല, ഭക്ഷണം കഴിച്ചതിന് കാശ് കൊടുത്തുണ്ടാവില്ല. ഞാനവർ കുറ്റപ്പെടുത്തല്ല, അവരുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ അഴിമതി നടത്തിയതല്ല. ഇന്നത്തെ കോൺഗ്രസ് അല്ല, അന്ന് പൈസ ഇല്ല. അപ്പോൾ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ അവിടെ ചെന്നാൽ ഭക്ഷണം കഴിക്കാം, കിടന്നുറങ്ങണമെങ്കിൽ അവിടെ കിടന്നുറങ്ങാം, വണ്ടിക്കൂലി വേണമെങ്കിൽ അതും കൊടുത്തിരുന്നു. അങ്ങനെ വളരെ സാധാരണക്കാരനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് AK ആന്റണി. അങ്ങനെയാണ് അദ്ദേഹം വളർന്നു വരുന്നതിൻ്റെ ഒരു കാരണം. പിന്നീട് 1967 കോൺഗ്രസ് 9 സീറ്റുകളിൽ മാത്രം ജയിക്കുകയും ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ കോൺഗ്രസിലെ യുവജന വിദ്യാർത്ഥി രംഗങ്ങളിലുള്ളവർക്ക് ഒരു അംഗീകാരം കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിനകത്ത് ശക്തിപ്പെട്ടു. അതാണ് കോൺഗ്രസിന് പിന്നീട് പുതുജീവൻ കൊടുക്കുന്നത്. EMS മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ TO ബാവ കാസർഗോഡ് നിന്ന്
തിരുവനന്തപുരത്തേക്ക് ഒരു പദയാത്ര നയിച്ചു. ഭൂവർണ്ണക്കൊടി കൈകളിലേന്തി ടിയോബാവ നയിക്കും ജാഥ. ആ മുദ്രാവാക്യമൊക്കെ എഴുതി കൊടുത്ത ആളാണ് നമ്മുടെ ചെറിയാൻ ഫിലിപ്പ്. കഞ്ഞിയും കലവും ചൂണ്ടിക്കാട്ടി വോട്ടുകൾ തട്ടിപ്പറിച്ചവരെ, നിങ്ങളുടെ ഭരണം വന്നപ്പോൾ കഞ്ഞിയും കലവും കരയുന്നു, അരിയില്ലാതെ കരയുന്നു. കൂലിക്കാളെ വലിച്ചു മെരിക്കിയ ജാഥയല്ലിത് ഗോപാല, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നൊക്കെ കോൺഗ്രസ്സുകാരൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ഒരു പുതുജീവൻ കൊടുക്കാൻ തയ്യാറായി. പിന്നീട് അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് കോളേജ് അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം KSU യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. കോളേജ് അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് അത് 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് എയ്ഡഡ് സ്കൂളിലത്തെ അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു, സർക്കാർ ശമ്പളം കൊടുത്തു. പക്ഷെ കോളേജ് അധ്യാപകർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. കോളേജ് അധ്യാപകർക്ക് 72 ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ഫീസ് ഏകീകരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റിൽ ചില ഒരു സ്ലാബ് ഉണ്ടാക്കുന്നത്, വിദ്യാർത്ഥി നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നത്, ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാണ്. അതിലുണ്ടായൊരു പ്രത്യേകത, യൂത്ത് കോൺഗ്രസ്സുകാർ KSUകാരെ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം യുക്തിവാദിയായ VK പവിത്രൻ്റെ ഒരു കവിതയാണ്. VK പവിത്രൻ്റെ കവിതയാണ് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യമായിട്ട് തെരുവുകളിൽ വിളിച്ച്. ആ മുദ്രാവാക്യം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യരക്തം, ഞങ്ങളിലുള്ളത് പാവന രക്തം. ഈ ഒരു മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസും KSUവും കേരളത്തിൽ വിളിച്ചു. SFI പിന്നീട് ആ മുദ്രാവാക്യം കടമെടുക്കാനുണ്ടായത്. അത് SFIയെ പോലും പിന്നിലാക്കിക്കൊണ്ട് KSU യൂത്ത് കോൺഗ്രസിൻ്റെ അതിശക്തമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ട് ആ സമരത്തിന് കഴിഞ്ഞു. ആ സമരത്തിൽ വേറെയും ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ആന്റണി എന്നൊരു നേതാവ് അരികത്തൂടെ പോകുമ്പോൾ കളത്തിൽ എന്നൊരു മെത്രാനി തുമ്പലും ചീറ്റലും പൊന്നച്ചോ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം NSSൻ്റെ നേതാവായിരുന്ന കളത്തിൽ വേലായുധൻ നായർ. അതിലാണ് ആന്റണി ഒരു നേതാവായിട്ട് ശക്തമായിട്ട് വളർന്നു വരികയാണ്. ആന്റണി എന്നൊരു നേതാവ് അരികത്തൂടെ പോകുമ്പോൾ കളത്തിൽ എന്നൊരു മെത്രാനി തുമ്പലും ചീറ്റ, കാരണം പള്ളി അതുപോലെ തന്നെ NSS ഇവരൊക്കെ അന്ന് അപ്പുറത്തായിരുന്നു, പള്ളിപ്പട എന്നാണ് വിളിച്ചിരുന്നത്. ഇത്തരം മുദ്രാവാക്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ ആന്റണി എന്നൊരു നേതാവ്, ആന്റണി വയലാർ, ഉമ്മൻചാണ്ടി എന്നുള്ളൊരു മുദ്രാവാക്യമൊക്കെ അന്ന് കോൺഗ്രസ്സുകാർ ആവേശത്തോടു കൂടിയിട്ട് വിളിച്ചു. അത് അവരുടെ ഒരു ആന്റണിയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു ശക്തമായ ഒരു വരവായിരുന്നു. ചേർത്തല പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരതീക്ഷ്ണമായ ഇന്നലകൾ അന്തിയുറങ്ങുന്ന ആ മണ്ണിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ കേരള അസംബ്ലിയിലേക്ക് എത്തുകയാണ് ആന്റണി. അങ്ങനെ ചേർത്തലയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. പുന്നപ്പുറ വയലാറിൻ്റെ ഒക്കെ സമരം നടന്ന ആ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. VM സുധീരൻ ആലപ്പുഴയിൽ നിന്ന് MP ആകുന്നു. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു വളർച്ച, ഒരു പുതിയ തലമുറ. അന്ന് ചെറിയാൻ ഫിലിപ്പ് എഡിറ്റ് ചെയ്തിരുന്ന കലാശാല എന്ന് പറഞ്ഞ് ഒരു ചെറിയ മാസിക ഉണ്ടായിരുന്നു, ഒരു വാരിക. അത് വലിയ സർക്കുലേഷൻ ഉണ്ടായിരുന്നു അതിന്. ചെറിയാൻ ഫിലിപ്പ് അന്നൊരു ബുദ്ധിജീവിയായിരുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾ എഴുതി കൊടുക്കുക, പാട്ട് എഴുതി കൊടുക്കുക, ലേഖനങ്ങൾ എഴുതി കൊടുക്കുക. അദ്ദേഹം വന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതാണ് ആന്റണി എന്നൊരു നേതാവ് വളർന്നു വന്നതിൻ്റെ പിന്നിൽ ഈ 72 കോളേജ് സമരം. അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കേരളത്തെ യൂത്ത് കോൺഗ്രസ് KSUവിൻ്റെ ഒരു തിരിച്ചുവരവിനും കോൺഗ്രസ്സിന് കേരളത്തിൽ വീണ്ടും ശക്തി ആർജിക്കാനും. 9 സീറ്റാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ സീനിയർ നേതാവായിട്ടുള്ള അലക്സാണ്ടർ പറമ്പിത്തറയോട് പ്രതിപക്ഷ നേതാവാകാൻ പറയുമ്പോൾ പറമ്പിത്തറ പറയാണ്, 9 പേര് വെച്ച് ഞാൻ നേതാവാകാൻ നാണക്കേടാണ്, എനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട. കാരണം ഇത്രയും വലിയൊരു സംഘടനയെ ഈ പരുവത്തിലായില്ലേ, 9 പേരുള്ള ഒരു നിയമസഭയുടെ നേതാവാകാൻ ഞാനില്ല. മറ്റൊരു രാഷ്ട്രീയ ചരിത്രവുമായി പൊളിറ്റിക്കൽ കഹാനി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.